ടീം UDFിനെ തകർക്കാൻ ആർക്കും കഴിയില്ല. കേരളത്തിൽ LDF ഭരണം തകർന്നടിയുന്നതും തങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നതും അറിയുകയും ചെയ്യുന്ന CPM അവരുടെ 18 അടവും പയറ്റി പരാജയപ്പെട്ടപ്പോഴാണ് പുതിയ അടവുമായി രംഗത്ത് വരുന്നത്. കോൺഗ്രസിന്റെ ഒത്തൊരുമയും ഉയർച്ചയും കണ്ട ബാഹ്യശക്തികൾ അവരുടെ ഐക്യം തകർക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഓർക്കുക, തകർക്കാൻ പറ്റാത്ത വിശ്വാസമാണ് കോൺഗ്രസിൽ ഉരുത്തിരിയുന്നത് എന്ന്. അത് കണ്ട് ഹാലിളകിയ ഇടതു മാപ്പറകളുടെ സൃഷ്ടിപരമായ അജണ്ടയാണ് ഇന്ന് കേരളം ചൂടോടെ ചർച്ച ചെയ്യുന്ന ക്യാപ്റ്റൻ വിഷയം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFിന്റെ വിജയവും കോൺഗ്രസിന്റെ ഐക്യവും കൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് നേടിയ ഭൂരിപക്ഷവും അതിലുപരി CPMന് കൊടുത്ത കനത്ത മറുപടിയും ഒക്കെ വൻ പ്രഹരമായിരുന്നു CPMന്. ആ പ്രഹരം താങ്ങാൻ കഴിയാതെ അങ്കലാപ്പിലായ CPM മീഡിയ വാനരന്മാർ കളത്തിലിറങ്ങി മെഴുകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ആരൊക്കെ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യം തകർക്കാൻ കഴിയില്ല എന്നതിനാൽ ഏത് നെറികെട്ട രീതിയിലുള്ള ഇടപെടലുകളും സൃഷ്ടിച്ചെന്നു വരാം. അതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് ഒരു മഹാമേരുമായി കോൺഗ്രസും കോൺഗ്രസിന്റെ അതിശക്തരായ നേതാക്കളും മുൻനിരയിൽ തന്നെ നിലയുറപ്പിച്ചു കഴിഞ്ഞു. 2025 കോൺഗ്രസിന്റെ പുനഃസംഘടനാ വർഷമായി പ്രഖ്യാപിച്ച് അടിമുടി മാറ്റങ്ങളിലൂടെ താഴെത്തട്ട് മുതൽ ശാക്തീകരണത്തിന്റെ നവ ആശയങ്ങളിലൂടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമ്പോൾ പുതുജീവനാണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ പ്രകോപനം ഉണ്ടാക്കുന്നത് CPMന് തന്നെയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിലെ നേതൃത്വത്തിൽ വിള്ളലുകൾ സൃഷ്ടിക്കാൻ CPM ശ്രമിക്കുന്നതും അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു യോഗത്തിൽ അത് പരസ്യമായി വെളിവാക്കുകയും ചെയ്തു. ഫെബ്രുവരി 5-ന് തിരുവനന്തപുരത്ത് നോർക്ക സംഘടിപ്പിച്ച രവി പിള്ളയെ ആദരിക്കുന്ന ചടങ്ങിൽ സ്വാഗത പ്രാസംഗികന്റെ വാക്കുകളെ കടമെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ മുനവെച്ച പരിഹാസ്യമായ പരാമർശം അത്രക്കങ്ങ് വിലപ്പോയില്ല എന്ന് മാത്രമല്ല, അതിന് ചുട്ട മറുപടിയും അന്ന് കോൺഗ്രസ് നേതാക്കൾ കൊടുത്തുകൊണ്ട് അത് കെടുത്തിക്കളഞ്ഞു. പരിഹാസത്തിന്റെ മേമ്പൊടി ചാർത്തി നമ്മുടെ സ്വാഗത പ്രാസംഗികൻ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വലിയ ബോംബാണ് പൊട്ടിച്ചത്, അത് വലിയ ചതിയായിപ്പോയി എന്നുമാണ് പിണറായി അന്ന് ആ മീറ്റിങ്ങിൽ പറഞ്ഞത്. ഒരു നല്ല ഉദ്ദേശശുദ്ധിയോടെ അല്ല പിണറായി വിജയൻ അത് എടുത്തു പറഞ്ഞത് എന്ന് അന്നം ഭക്ഷിക്കുന്ന കേരള ജനതയ്ക്ക് അറിയാം. അതിന് ചുട്ട മറുപടി VD സതീശൻ പിന്നീട് പറയുകയുണ്ടായി. മുഖ്യമന്ത്രി തമാശ പറയണ്ട, VS-ഉം പിണറായിയും തമ്മിലുണ്ടായ പോര് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിനകത്തെ കാര്യം തീരുമാനിക്കാൻ CPMകാരെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. താൻ അടക്കമുള്ള ആരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെന്നും അത് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കുമെന്നുമാണ് അദ്ദേഹം മറുപടി നൽകിയത്. സത്യത്തിൽ കോൺഗ്രസിൽ ഒരു അലോസരമുണ്ടാക്കാൻ എന്ന ലക്ഷ്യം വെച്ചായിരുന്നു മുഖ്യമന്ത്രി ഇത് പറഞ്ഞതെങ്കിലും കോൺഗ്രസ് അത് പരമ പുച്ഛത്തോടെ തള്ളുക മാത്രമല്ല, ആ പ്രസ്താവനയ്ക്ക് പുല്ല് വിലയും കൽപ്പിച്ചു. ഇപ്പോഴിതാ വീണ്ടും ഇടത് സോഷ്യൽ മീഡിയ പാണന്മാർ ആഘോഷിക്കാൻ ക്യാപ്റ്റൻ പരാമർശത്തെ ഉപയോഗപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. ടീം UDFിന്റെ വിജയമാണ് നിലമ്പൂരിൽ കണ്ടത് എന്ന് ആവർത്തിച്ച് VD സതീശൻ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നേതാക്കളുടെ ഒറ്റക്കെട്ടായ പ്രവർത്തന വിജയമായി അതിനെ കാണണം. ഏത് പ്രതിലോമ ശക്തികളുടെ ഇടപെടലുകളെയും അതിൻ്റെ ഗൗരവത്തിൽ തന്നെ എടുത്ത് വലിച്ചെറിയാനുള്ള ആർജവം UDF സജ്ജമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ കാലമത്രയും കോൺഗ്രസിൽ സംഭവിച്ച ഇടർച്ചകളിൽ പാഠം ഉൾക്കൊണ്ട് അതിനെ തിരുത്തിക്കൊണ്ട് ഐക്യമത്യം മഹാബലം എന്ന ആശയത്തിൽ ഊന്നൽ നൽകി നടപ്പിലാക്കുന്ന പുനരുദ്ധാരണ പദ്ധതികൾ കോൺഗ്രസ് പ്രവർത്തകരിലും ആവേശം ജനിപ്പിക്കുന്നതാണ്. അത് അടുത്തു വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും തുടർന്ന് 2026 നടക്കുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലും പ്രകടമാകുമെന്ന് മാത്രമല്ല, അത് കോൺഗ്രസിന്റെ ഒരു കുതിച്ചു ചാട്ടത്തിന് വഴിവെക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കൾ താഴെത്തട്ട് മുതലുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നത് ചെറുതൊന്നുമല്ല ആവേശം ജനിപ്പിക്കുന്നത്. അതിൻ്റെ തുടക്കമെന്ന നിലയിൽ KPCC പ്രസിഡന്റ് മാറ്റവും വർക്കിംഗ് പ്രസിഡന്റുമാരായി യുവ നേതൃനിരയെ കൊണ്ടുവന്നതുമൊക്കെ കോൺഗ്രസിൽ ചലനം സൃഷ്ടിച്ചു എന്നതിൻ്റെ തെളിവായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിലൂടെ തെളിഞ്ഞത്. ആ ട്രെൻഡ് നിലനിൽക്കുക മാത്രമല്ല, അത് കേരളമാകെ അലയടിക്കുന്ന കാഴ്ചയുമാണ് ഇനി കാണാനിരിക്കുന്നത്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് കോൺഗ്രസ് സീറ്റുകൾ തൂത്തുവാരുകയും CPM LDFിന്റെ പൂർണ്ണ പരാജയം സാധ്യമാകുകയും ചെയ്യുമ്പോൾ പഴയകാല പ്രതാപത്തിൽ കോൺഗ്രസ് UDF തങ്ങളുടെ നില ഭദ്രമാക്കുകയും ചെയ്യും. ഇന്ന് LDFിന്റെ ഭരണത്തിൽ ജനമനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥയിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ് UDF സംജാതമാക്കുമെന്നത് ഉറപ്പാണ്. ടീം UDFിനെ തകർക്കാൻ ഒരു ശക്തിക്കും ഇനി കഴിയില്ല.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്.